രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് അതിജീവിതയുടെ നിർണായക മൊഴി. രാഹുലിനെ പരിചയപ്പെടുന്നത് വിവാഹബന്ധം കഴിഞ്ഞ 5 മാസത്തിന് ശേഷമെന്നും യുവതി മൊഴി നൽകിയിരിക്കുന്നു. അഞ്ജു ജയപ്രകാശ് ഉണ്ട്. അഞ്ജു, ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്ന ഘടകമാണ് ഈ യുവതിയുടെ മൊബൈൽ ഫോൺ എന്നുള്ളത്. അതിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. പരിശോധനയൊക്കെ ഏത് സമയത്തേക്കായിരിക്കും? മാത്രമല്ല, യുവതിയുടെ മൊഴികൾ കൂടുതലായി പുറത്തേക്കെത്തുമ്പോൾ അതുകൂടി എങ്ങനെ? സംഗീത, അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ബലാത്സംഗം, ഒപ്പം തന്നെ നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അറസ്റ്റിലേക്ക് കടക്കും എന്ന ഒരു നിലയിലേക്ക് എത്തിയപ്പോഴാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് അത് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളാണ് രാഹുലിന് ബലിയാടായി മാറാൻ പോകുന്നത് എന്ന കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. മുൻപ് ഈ യുവതി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന ഓഡിയോ സംഭാഷണങ്ങളിലും ഒപ്പം ചാറ്റിലും കൃത്യമായി പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, തന്നെ ആദ്യം നിർബന്ധിച്ചു, ഗർഭധാരണത്തിന് നിർബന്ധിച്ചു, പിന്നീട് ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിച്ചു, ഇതൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ സമർപ്പിച്ചിട്ടുള്ള ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദങ്ങളിൽ പ്രധാനമായിട്ടും ഈ ഓഡിയോ സംഭാഷണങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ്. അതായത് പെൺകുട്ടിയുടെ ഡിജിറ്റൽ തെളിവുകൾ രാഹുൽ അംഗീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പെൺകുട്ടിയുടെ കയ്യിലുള്ള തെളിവുകൾ, അത് കഴിഞ്ഞ ദിവസം തന്നെ ഈ സംസാരിച്ച ഘട്ടത്തിൽ തന്നെ തൻ്റെ കയ്യിലുള്ള ചാറ്റുകൾ, ഓഡിയോ ക്ലിപ്പുകൾ, ഒപ്പം തന്നെ മെഡിക്കൽ രേഖകൾ, ഇതൊക്കെ പോലീസിന് മുമ്പിൽ എത്തിച്ചതാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്കാണ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കൂടി എത്തുന്നത്. അതായത് ഡിജിറ്റൽ തെളിവുകൾ പോലീസിന്റെ കയ്യിൽ എത്തുകയാണ്. രാഹുൽ പറഞ്ഞതുപോലെ, രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞതുപോലെ രാഹുൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി നൽകിയിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ അംഗീകരിക്കുന്നു എന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാറ്റുകൾ ഉൾപ്പെടെ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അത് കൃത്യമായി പരിശോധിക്കും. ആ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തെളിവുകളൊക്കെ അന്വേഷണ സംഘം ശേഖരിച്ചു വെക്കുകയും ചെയ്യും. അതൊരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഒപ്പം തന്നെ നേരത്തെ സംഗീത സൂചിപ്പിച്ചതുപോലെ മറ്റു ചില കാര്യങ്ങൾ കൂടി, മൊഴിയിലെ വിവരങ്ങൾ കൂടി ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഈ നേരത്തെ ഈ രാഹുലും ഒപ്പം തന്നെ രാഹുലിന്റെ അനുയായികളും പ്രചരിപ്പിച്ച് നടന്ന ചില കാര്യങ്ങൾ തെറ്റെന്ന് ഉള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് വിവാഹം കഴിഞ്ഞത് 2024 ആഗസ്റ്റ് 22-നാണ്. 4 ദിവസം മാത്രമാണ് ഭർത്താവുമായി ഒരുമിച്ച് താമസിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻ ഭർത്താവുമായി അകന്നതിന് ശേഷം 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായിട്ട് ബന്ധമുണ്ടാവുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി മൊഴിയായിട്ട് നൽകിയിരിക്കുന്നത്. ആ മൊഴി കൂടി ഇന്ന് പുറത്തേക്ക് വരികയാണ്. രാഹുൽ പറഞ്ഞിരിക്കുന്ന ജാമ്യാപേക്ഷയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് സംഗീത. അതായത് ഇത്തരത്തിൽ ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ട് എന്ന് പെൺകുട്ടി തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു മമതയുണ്ടായി. അങ്ങനെയാണ് താൻ പെൺകുട്ടിയുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട് എന്ന് ഒരു പെൺകുട്ടി MLA-യോട് തുറന്നു പറഞ്ഞ ഘട്ടത്തിൽ ആ പെൺകുട്ടിയെ സഹായിക്കുന്നതിന് പകരം ആ കുട്ടിയെ ആ അവസ്ഥ വെച്ച് ദുരുപയോഗം ചെയ്തു. എത്രത്തോളമാണ് ദുരുപയോഗം ചെയ്തത് എന്നതിൻ്റെ ആഴം, അതാണ് പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെയുള്ളത്. അതുകൂടി കൃത്യമായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകൾ ഓരോന്നായിട്ട് അഴിഞ്ഞു വീഴുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. ഇത് വലിയ തരത്തിൽ വില കൊടുക്കേണ്ടി വരും ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടം എവിടെ എന്ന ചോദ്യത്തിലാണ് തിരുവനന്തപുരത്ത് വക്കീൽ ഓഫീസിൽ വന്ന് വക്കാലത്ത് ഒപ്പിട്ടിട്ട് പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പാലക്കാട് ഉണ്ടെന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നുണ്ട്. അതിനാൽ തന്നെ സംസ്ഥാനത്ത് മുഴുവനായിട്ടും രാഹുലിനെ അന്വേഷിക്കാനായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനും ഷാഡോ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. എവിടെയുണ്ടെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. മുൻകൂർ ജാമ്യ ഹർജി ബുധനാഴ്ച നിർണായകമാവുകയാണ്. ഓരോ ഘട്ടങ്ങളും എന്താണെങ്കിലും ശാസ്ത്രീയമായ പരിശോധന ഇതിൽ വലിയ രീതിയിലുള്ള ആക്കം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടുള്ള അതിജീവിതയുടെ നിർണായകമായ മൊഴി, രാഹുലിനെ പരിചയപ്പെടുത്തുന്നത് വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷം 5 മാസത്തിന് ശേഷം എന്നുള്ള യുവതിയുടെ മൊഴി കൂടി വരികയാണ്. അഞ്ജു ജയപ്രകാശാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.